മൂവുലകനും നാഥനായ നമ്മുടെ ത്രിയേക ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായ ദൈവപുത്രനാം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ എല്ലാവർക്കും സ്നേഹത്തോടും ആദരവോടും കൂടെ അറിയിക്കട്ടെ. പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഇന്നത്തെ പ്രത്യേക സമയക്രമീകരണത്തിൽ കൂടി വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് നമുക്ക് ഒരുപോലെ ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ ഉത്സാഹത്തിനും സ്നേഹം നമ്മുടേത് വർദ്ധിക്കുന്നതിനും വിശ്വാസം ആഴത്തിൽ വേരൂന്നുന്നതിനും ഒക്കെ ഇടയാകട്ടെ. സ്തോത്രം. കൂടുതലായി കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാനും ആ സ്നേഹത്തിൽ വസിക്കുവാനുമെല്ലാം ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മുടെ ഇടയിൽ രോഗികളായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കട്ടെ. വിവിധ വ്യക്തിപരമായ വിഷയങ്ങളിൽ ഞെരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ദൈവം തൻ്റെ തിരുഹിതപ്രകാരമുള്ള മറുപടി കൊടുത്ത് ആദരിക്കട്ടെ, വിടുവിക്കട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഒരുമിച്ച് ഇന്നലെയും ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 10 മുതൽക്കുള്ള വാക്യങ്ങളാണല്ലോ. സ്തോത്രം. 10-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത് സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം ഒന്ന് മുദ്രയിടരുത്. ദാനിയേലിനോട് പറഞ്ഞതിന് വിപരീതമായ ഒരു ഉപദേശം, നിർദ്ദേശം, കൽപ്പന ഇവിടെ കൊടുക്കുന്നു. അതിൽ സമയത്തെക്കുറിച്ച് നാം ഇന്നലെ കാണുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം എനിക്ക് ലഭിച്ചു. വ്യക്തിപരമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റിയില്ല, തിരക്കിലായിരുന്നു. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഷീബ സിസ്റ്റർ ഒന്ന് വായിച്ചോളൂ. ഇല്ലെങ്കിൽ പറഞ്ഞാലും മതി, വായിക്കണമെന്നില്ല. മ്യൂട്ടാ. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? സ്തോത്രം. ഇപ്പൊ ചോദ്യം ഇതായിരുന്നു, അവിടെ പറഞ്ഞിരിക്കുന്ന സമയം ഇന്നലെ നമ്മൾ പഠിച്ച കെയ്റോസ് എന്ന സമയമാണോ എന്ന്. അതെ, അത് തന്നെ. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയം ആയി. ആ സമയത്തിൻ്റെ ഒരു സീസണെ കുറിച്ച്, ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചു. നമ്മുടെ വാച്ചേൽ, ക്ലോക്കേൽ ഇത്ര മണി എന്ന് പറയുന്ന ഒരു സമയം അല്ല. അതിന് ക്രോണോസ് എന്നാണ് മൂലഭാഷയിൽ പറയുക. അതിൽ നിന്നാണ് ക്രോണോളജി എന്ന പദം ഉരുത്തിരിഞ്ഞത്. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കെയ്റോസ് എന്ന പദമാണ്. അപ്പം ആ ഇന്നലെ നമ്മൾ പഠിച്ച അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും സമയം എന്നുള്ളതിന്. അതായിരുന്നു ചോദ്യം. അപ്പം ഇന്നലത്തെ അത് തന്നെ എന്ന് പറയുന്നത് കൊണ്ട് വിശദീകരണം വേണ്ടിവരുന്നില്ലല്ലോ. സ്തോത്രം. നമ്മൾ ഇന്നലെ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നും ചില വാക്യങ്ങൾ വായിച്ചു. അതിനോട് ചേർത്ത് വായിക്കേണ്ടതായിരുന്നു ഈ വാക്യവും. എന്നാൽ നമ്മൾ സമയത്തിൻ്റെ പരിമിതിയാലും മറ്റും വായിക്കാതെ പോയി. എന്നാൽ ചോദിച്ചു, അത് നല്ല ചോദ്യമായി. സ്തോത്രം. നാം അതിനെക്കുറിച്ചാണ് ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. സമയം അടുത്തിരിക്കുന്നു.
സ്തോത്രം. ദൈവം സർവജ്ഞാനിയായ ദൈവം, സർവ അധികാരി, പരമാധികാരിയായ ദൈവം തൻ്റെ സർവജ്ഞാനത്തിലും തൻ്റെ പരമാധികാരത്തിലും, ഇത് രണ്ടും ഉണ്ട് കേട്ടോ. കേവലം പരമാധികാരം മാത്രമല്ല ദൈവം ഉപയോഗിച്ചത്, ദൈവത്തിൻ്റെ സർവജ്ഞതയും, ഒംനീഷ്യൻസ്, ഇത് രണ്ടും കൂടെയാണ് ദൈവം ഉപയോഗിച്ചിട്ട് ഓരോന്നിനും സമയത്തിൻ്റെ ക്രമീകരണം, കാലങ്ങളെ നിയമിച്ചത്. കാലങ്ങളെ ആ കാലങ്ങൾ വിവിധ ഘട്ടങ്ങളായിട്ടാണ് നിറവേറുന്നതെന്ന് ഇന്നലെ നമ്മൾ കണ്ടു. അതും വീണ്ടെടുപ്പുമായുള്ള ബന്ധത്തിലും അതേ സംബന്ധിച്ചാണ് ഇതും പറഞ്ഞിരിക്കുന്നത്. ന്യായവിധിയുടെ ഒരു കാലം ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി എങ്കിൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും എന്നുള്ളത്. ഇപ്പം സമയത്തെക്കുറിച്ച്, സമയം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. സ്തോത്രം. എന്നിട്ടാണ് നമ്മൾ 12ാമത്തെ വാക്യത്തിലേക്ക്, 10 ശേഷം നമ്മൾ 12ലേക്ക് വന്നു. കർത്താവായ യേശുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്കു വേണ്ടിയുള്ള വരവ്, നമ്മുടെ പ്രത്യാശ അതാണെന്ന് നാം മനസ്സിലാക്കി. സ്തോത്രം. കഷ്ടതകൾ തീരുന്നതിന് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ആഗ്രഹിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. സ്തോത്രം. എന്നാൽ അതിലുപരി നാം കർത്താവിൻ്റെ വരവിനെ ആഗ്രഹിക്കേണ്ടത്, സ്തോത്രം, കർത്താവിനെ കാണാനായിട്ടുള്ള, കർത്താവിനോട് ചേരാനായിട്ടുള്ള അഭിലാഷം കൊണ്ടായിരിക്കണം. സ്തോത്രം. നമുക്ക് ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്ന്, ദുരിത ദുഃഖങ്ങൾ നിറഞ്ഞ ലോകത്തിൽ നിന്ന്, കർത്താവേ എന്നാ നീ വരുന്നേ, ഇവിടെ നിന്ന് മോചിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാ. എന്നാൽ അതിലുപരി നാം കർത്താവിൻ്റെ വരവിനെ കാക്ഷിക്കേണ്ടത് കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിനെ കാണുന്നതിന് വേണ്ടിയുള്ള, കർത്താവിനോടൊപ്പം ഇരിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം. സ്തോത്രം. കൂടുതൽ അതിനെയും വിശദീകരിക്കാനും ആവർത്തിക്കാനും ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ വരവ് എന്നത് എത്രയും പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ വരവിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് പഠിച്ചായിരുന്നല്ലോ, അല്ലേ? ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. സ്തോത്രം. 30 കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചുവെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ ക്ലാസ്സിലായിരുന്നു. ഇല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? സ്തോത്രം. അല്ലെന്നാണ് എൻ്റെ ചിന്ത. അതെ, ഇവിടെ അല്ലെന്നാ തോന്നുന്നത്. അത് ശരി. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഓടിച്ച് പോകാം. സിഗ്നിഫിക്കൻസ് ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ വരവിൻ്റെ പ്രാധാന്യം. അതിൽ 1-2 ഇന്നലെ ഞാൻ പറഞ്ഞത്. സ്തോത്രം. നമ്മെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്, സുവിശേഷം അറിയിക്കുവാൻ നിർബന്ധിക്കുന്നത്, ഈവൻ നമ്മുടെ ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനും, നമുക്ക് തിന്മ ചെയ്യുന്നവർക്ക് തിരിച്ച് നന്മ ചെയ്യുവാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്നതുമെല്ലാം ഈ
കർത്താവിൻ്റെ വരവ് എന്ന വിഷയം തന്നെയാണ്. സ്തോത്രം. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഒന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞ് അടുത്ത പുസ്തകം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കത് ചെയ്യാം. അപ്പോൾ കർത്താവിൻ്റെ വരവാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്തോത്രം. ഇന്നലെയും പറഞ്ഞതുപോലെ the key to all eschatological events or occurrences, സകല ഭാവികാല സംഭവങ്ങൾക്കും താക്കോൽ സംഭവമായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയാണ്. സ്തോത്രം. അതേ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് അത് അത്ര അടുത്തിരിക്കുന്നത് കൊണ്ട് 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. സ്തോത്രം. ഒന്നും കൂടെ 11-ാമത്തെ വാക്യം വായിച്ചോളൂ. വേഴ്സ് 11. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അനീതി, ലിവിങ് ഓർ ഡൂയിങ് unjustly, living a life of damaging or wrongdoing. അനീതി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അന്യായമായി തെറ്റ് ചെയ്യുന്ന, ഡാമേജ് വരുത്തുന്ന, കേടുവരുത്തുന്ന തരത്തിലെ ജീവിതം നയിക്കുന്നവർ, തങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും. സ്തോത്രം. തങ്ങൾക്ക് തന്നെയല്ല മറ്റുള്ളവർക്കും ദോഷം വരുത്തുന്ന തരത്തിലെ ജീവിത ശൈലി ഉള്ളവരെയാണ് ഇവിടെ അനീതി ചെയ്യുന്നവർ എന്ന് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. തൻ്റെ സ്വഭാവത്തിലൂടെ, പ്രവൃത്തികളിലൂടെ തൻ്റെ ഈ ഒരു ദുഷ്ടത വെളിപ്പെടുത്തുന്നവർ. Those who prove their evil and wicked mind through their doings. തങ്ങളുടെ പ്രവൃത്തികളാൽ തങ്ങളുടെ ദുഷ്ടത, അരുതായ്മകൾ വെളിപ്പെടുത്തുന്നവരാണ് ഇവിടെ അനീതി ചെയ്യുന്നവർ എന്നുള്ളത്. നീതി എന്നുള്ളതിന് ജസ്റ്റ് ഓർ ജസ്റ്റിസ്, നീതി അല്ലെങ്കിൽ റൈറ്റ്യസ്നെസ് എന്നുള്ളതിന് അപ്രൈറ്റ്നെസ്, അതായത് അളവിന് ഒത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. അളവിന് ഒത്തത്. മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മേസൺ, ഒരു മേശരി ഒരു ഭിത്തി, കല്ല്, ഇഷ്ടിക കെട്ടുമ്പോൾ 2 ചരടുകൾ പിടിക്കും. ഒരെണ്ണം ഹൊറിസോണ്ടലും ഒരെണ്ണം വെർട്ടിക്കലും ആയിട്ട് പിടിക്കും. ഒരെണ്ണം പ്ലം ലൈൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, തൂക്കുകട്ട, മുകളിൽ നിന്ന് താഴേക്ക്. ആ ഭിത്തിയുടെ ലെവല് നേരെയാണോ, അത് ശരിയാണോ എന്നറിയാം. അതുപോലെ നെടുകെ വെക്കുന്ന ഇഷ്ടികകൾക്കും നീളത്തിലും. അപ്പം നീളത്തിലും പിന്നെ കിഴുക്കാൻ തൂക്കായും 2 രീതിയിലും, ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി 2 ചരടുകൾ വയ്ക്കാറുണ്ട്. ആ ചരടുകൾക്ക് അകത്ത് ശരിയായി നിൽക്കുന്നതിനെയാണ് നീതി, നേര് എന്നൊക്കെ വിളിക്കുന്നത്. നേരോടെ നടക്കുക, നീതിയോടെ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃത്യമായ അളവിൽ ഉള്ളതെന്നാണ്. സ്തോത്രം. അനീതി നേരെ വിപരീതം.
ദൈവത്തിൻ്റെ അളവിൽ ഇങ്ങനെ ഏറിയും ഇറങ്ങിയും കേറിയും ഇറങ്ങിയും ഏങ്കോണിച്ച് ഒക്കെ ഇരിക്കുന്നതിനെയാണ് അനീതി എന്ന് വിളിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നേരല്ലാത്ത, ദൈവത്തിൻ്റെ അളവിന് ഒത്തതല്ലാത്ത, ദൈവത്തിൻ്റെ തൂക്കുകട്ടയ്ക്ക് നേരെ നിൽക്കാൻ ഒക്കാത്ത തരത്തിലുള്ള ജീവിതശൈലി, ഇതാണ് അനീതി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ളവർ ഇനിയും എന്ത് ചെയ്തോട്ടെ? ലെറ്റ് ദം കണ്ടിന്യൂ. അടുത്ത ഇത് കാണുന്നു, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. നമ്മൾ പൊതുവെ അഴുക്കാകട്ടെ എന്നാണ് പറയാറുള്ളത്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാനും ഒരു കാലത്ത് വളരെ കാലങ്ങൾ അഴുക്കാകട്ടെ അഴുക്കാകട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീടാണ് അഴുക്ക് ആടട്ടെ എന്ന് എഴുതിയിരിക്കുന്നത്. അർത്ഥം അതൊക്കെ തന്നെയാണ്. ലദ്ദം എന്നർത്ഥമേ ഉള്ളൂ. സ്തോത്രം. He who is filthy, let him be filthy still. അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. മലയാളത്തിലെ അഴുക്കാടട്ടെ എന്ന അർത്ഥം വെച്ച് അവൻ ഇനി അങ്ങ് അഴുക്കിൽ ശരിക്കും അങ്ങ് കുളിച്ചോട്ടെ എന്നൊരർത്ഥം നമുക്ക് മനസ്സിലാക്കാം. വളരെ കൂടുതലായി അവൻ ഇനി അഴുക്കിലങ്ങ് രസിച്ചുകൊള്ളട്ടെ എന്ന ഒരർത്ഥം. അഴുക്ക് നാം അറിയുന്നത് പോലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് പ്യുവർ. അറിയാം, നല്ലത് അല്ലെങ്കിൽ ശുദ്ധമായത് എന്നതിൻ്റെ വിപരീത പദമാണ് ഈ ഫിൽത്തിനെസ് എന്ന് പറയുന്നത്. സ്തോത്രം. ഫിൽത്തിനെസ് എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ അതിനോട് ചേർത്ത് നമുക്ക് വായിച്ചാൽ ഇത് ദൈവത്തിൻ്റെ ഒരു പൊതു നിയമമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദാനിയേൽ 12-ാം അധ്യായത്തിന്റെ 9-10. ഡാനിയേൽ 12:9 and 10. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുമില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. മനസ്സിലായോ? ദാനിയേൽ പ്രവചനത്തിൽ ദൈവം തൻ്റെ പദ്ധതികളെ, തൻ്റെ ആലോചനകളെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് സംഭവിപ്പാൻ പോകുന്നത്, ദൈവം എന്തൊക്കെയാണ് ചെയ്യുവാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി, ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തി. മനുഷ്യന്റെ പാപത്തിനെതിരെ ജ്വലിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധത്തെയും ന്യായവിധിയെയും കുറിച്ചും ദാനിയേലിൽ വെളിപ്പെടുത്തി. പക്ഷേ ഈ വചനത്തിന്റെ വെളിപ്പാടുകളോ ദൈവഹിതത്തിന്റെ വെളിപ്പാടുകളോ നിമിത്തം ഒരാൾ ജീവിതം ശരിയാക്കണം എന്നുണ്ടോ? ഇല്ല. അതാണ് നാം അവിടെ കാണുന്നത്. നീ ഈ പ്രവചനം അടച്ചു മുദ്രയിട്ടരുത്, അന്ത്യകാലത്തേക്കുള്ളതാ. അതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ കണ്ടു. പലരും എന്ത് ചെയ്യും? ദുഷ്ടന്മാർ എന്ത് ചെയ്യും? ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ഇതെല്ലാം അറിഞ്ഞിട്ടും, ഇതെല്ലാം അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടും അവർ ദുഷ്ടത പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ they will continue in their wickedness. It's not because of ignorance, but it is because of rebellion. It is because of unrepentance. It's because of stubbornness. അറിവില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടോ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടോ.
നീതിമാന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും സൗഭാഗ്യങ്ങളെക്കുറിച്ചും അറിയാഞ്ഞിട്ടോ ആണോ ഇവർ ദുഷ്ടതയിൽ തുടരുന്നത്? അല്ല, ഇവർക്കറിയാം. അതേസമയം വേറെ ചിലരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ബുദ്ധിമാന്മാർ, അല്ലേ? അവരെന്ത് ചെയ്യുമെന്ന? ഗ്രഹിക്കും. സ്തോത്രം. ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കും. എന്ന് വെച്ചാൽ വെറും ബുദ്ധി കൊണ്ടുള്ള ഒരു ഗ്രാഹ്യമല്ല, മനസ്സിലാക്കിയിട്ട് അത് പ്രായോഗിക തലത്തിൽ വരുത്തുമെന്നാണ് അർത്ഥം. സ്തോത്രം. Those who are wise, they will understand God's purposes, God's doings, and accordingly they will put them into practice. It's not simply intellectual understanding. സ്തോത്രം. അതാണ് നാം അവിടെ കാണുന്നത്. ഇതേപോലെ തന്നെ ദൈവം ആവർത്തിച്ച് ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണെങ്കിലും വെളിപ്പാട് പുസ്തകം 14 അധ്യായം, ചാപ്റ്റർ 14, അതിൻ്റെ 6 വാക്യം, 6ഉം 7ഉം വാക്യങ്ങൾ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്തോത്രം. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. 3 ദൂതന്മാർ, 3 അല്ല 6 പേരുണ്ട്, എന്നാൽ 1, 2, 3 എന്ന് അക്കമിട്ട് 3 ദൂതന്മാരുടെ സന്ദേശം നമുക്ക് ഈ 14 അധ്യായത്തിൽ കാണാൻ കഴിഞ്ഞു. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൽ 1-ാമത്തെ ദൂതൻ ആകാശമധ്യേ പറന്നുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നു. സുവിശേഷത്തിന്റെ പേര് നിത്യസുവിശേഷം, ഇറ്റേണൽ ഗോസ്പൽ. എന്താ നിത്യസുവിശേഷത്തിന്റെ സന്ദേശം? ദ മെസ്സേജ് ഓഫ് ദ ഇറ്റേണൽ ഗോസ്പൽ. അതാണ് 7-ാമത്തെ വാക്യം. ദൈവത്തെ ഭയപ്പെടുക, സ്രഷ്ടാവായ ദൈവത്തെ മാത്രം ആരാധിക്കുക. കാരണം ദൈവത്തിൻ്റെ ന്യായവിധി, അല്ലെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. നിത്യസുവിശേഷം നിത്യസുവിശേഷം 3 പ്രധാന സന്ദേശങ്ങളാണ്, അല്ലെങ്കിൽ സന്ദേശത്തിന്റെ 3 പ്രധാന ഭാഗങ്ങളാണ്. ഫിയർ ഗാഡ്, ദൈവത്തെ ഭയപ്പെടുക. വർഷിപ്പ് ഗാഡ് ദ ക്രിയേറ്റർ അലോൺ, സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക. വൈ? ബിക്കോസ് ദ hour ഓഫ് ഹിസ് ജഡ്ജ്മെന്റ് ഹാസ് കം. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നുമിരിക്കുന്നു. Again, ഒമ്പതാമത്തെ വാക്യം. 3-ാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. അടുത്ത വാക്യവും കൂടെ. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. ന്യായവിധിയെക്കുറിച്ചുള്ള ആവർത്തിച്ച സന്ദേശം. നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ഇനിയും വിശദീകരണം ആവർത്തിക്കേണ്ടതില്ലല്ലോ. സ്തോത്രം.
ന്യായവിധിയെക്കുറിച്ച് ആവർത്തിച്ചു പറയുകയാണ്. സകല ഭൂസീമാവാസികൾക്കും വേണ്ടി. നമ്മൾ 6-ാമത്തെ വാക്യത്തിൽ വായിച്ചത് നിത്യസുവിശേഷം ദൂതനെ ഏൽപ്പിച്ചു. ദൂതൻ ആകാശമധ്യേ പറന്നുകൊണ്ട് ഇനി മനുഷ്യരുടെ വേറെ ഒരു ഭാഷയും മനസ്സിലാക്കാൻ ഒക്കാത്ത വല്ല വനവാസികളും പോലും ഉണ്ടെങ്കിലും അവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ദൂതൻ അവരോട് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് അറിയിക്കുക. ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്താൽ മതി? ദൈവത്തെ ഭയപ്പെട്ട് സ്രഷ്ടാവായ ദൈവത്തെ മാത്രം ആരാധിച്ചാൽ മതി. പക്ഷേ ഇതുങ്ങള് നല്ല ശതമാനം പേരും അപ്പോഴും ഇതൊന്നും അനുസരിക്കുന്നില്ല. ആവർത്തിച്ച് നമുക്ക് വായിക്കാം 9-ാം അധ്യായത്തിന്റെ 20-ാമത്തെയും 21-ാമത്തെയും വാക്യം. ചാപ്റ്റർ 9, റെവലേഷൻ 9, 20 and 21. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. കണ്ടോ? ന്യായവിധിയുടെ ദൂത് അറിയിക്കുക മാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് 19-ാമത്തെ വാക്യം വരെ ദൈവം അവരുടെ കൺമുൻപിൽ അവരുടെ സമശിഷ്ടങ്ങളെ ന്യായം വിധിച്ചു. അവർ മരിച്ചു, പീഡകൾ വന്നു. എന്നിട്ടും ബാക്കിയുള്ളവർ എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. അടുത്ത വാക്യവും അതന്നെ പറയുന്നത്. തങ്ങളുടെ കുലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ഉണ്ടോ? ആവർത്തിച്ച് മാനസാന്തരപ്പെട്ടതുമില്ല. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ദൈവം അവരോട് സംസാരിച്ചാൽ, പക്ഷേ ദൈവശബ്ദം കേട്ടാലും ദൈവഹിതം അറിഞ്ഞാലും മാനസാന്തരപ്പെടാത്ത പലരുമുണ്ട്. അത്ഭുതം കണ്ടാൽ അവരെങ്ങ് മാനസാന്തരപ്പെടുമെന്ന് പറയും. വെറുതെയാ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നേരിൽ കണ്ട യഹൂദന്മാർ മാനസാന്തരപ്പെട്ടോ? അതിനൊക്കെ വലിയ അത്ഭുതമൊന്നും ഇല്ലല്ലോ. വേറെ എന്തെല്ലാം അത്ഭുതങ്ങൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, വേദപുസ്തകത്തിന്റെ താളുകളിൽ തന്നെ. പക്ഷെ മാനസാന്തരപ്പെട്ടിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴും ഈ സന്ദേശങ്ങളെല്ലാം കൊടുത്ത ശേഷവും മഹാപീഡന കാലത്ത് ഇതെല്ലാം ദൈവം മനുഷ്യരുടെ കണ്ണിൻ മുൻപിൽ തുറന്ന് കാണിച്ചിരിക്കുമ്പോഴും ഒരു നല്ല ശതമാനം ആൾക്കാർ അഴുക്കിൽ നിന്ന് അഴുക്കിലേക്ക്, അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക്, പാപത്തിൽ നിന്ന് മ്ലേച്ഛതകളിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കും. നമ്മുടെ കാലത്തുമുണ്ട്, നമ്മുടെ സഭയ്ക്കകത്തുമുണ്ട് അങ്ങനെയുള്ളവർ. ദൈവത്തിന്റെ വിഷയങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരല്ലവർ. കർത്താവ് പറയാണ്, അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള ചിന്ത നീ വിട്ടേര്. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ അവൻ അശുദ്ധിയിൽ രസിച്ചുകൊള്ളട്ടെ. അതാണ് യോഹന്നാനും 1-ാം ലേഖനം 5:16 പറഞ്ഞത്. മരണത്തിനായിട്ടുള്ള പാപം ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണ്ട? പ്രാർത്ഥിക്കരുത്. യിരെമ്യാവോട് ദൈവം പറഞ്ഞു, ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വ്യക്തിപരമായ ബൈബിൾ വായനയിൽ
എന്നെ വളരെ സ്വാധീനിച്ച ഒരു വാക്യമുണ്ട്. സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ അവസാനത്തെ ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ യഹൂദയെ ദൈവം പ്രവാസത്തിലേക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹിസ്കിയ രാജാവിൻ്റെ മകനായ മനശ്ശെ തുടങ്ങി ഇങ്ങോട്ടുള്ള പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മനശ്ശെ ചെയ്ത പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവത്തിന് മനസ്സില്ലായിരുന്നുവെന്ന്. സ്തോത്രം. മനശ്ശെയുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവത്തിന് മനസ്സില്ലായിരുന്നു. 22-ാമത്തെ അധ്യായം മുതൽ, 2 Kings chapter 22, 22-ാം അധ്യായം മുതൽക്ക് നാം ഒരു നല്ല രാജാവിനെ കാണുന്നുണ്ട്. യോശിയാവെന്നാണ് അവന്റെ പേര്. യോശിയ രാജാവ്. ദാവീദിനെ പോലെ ദൈവത്തെ ഭയപ്പെട്ട ഭക്തനായ രാജാവ്. പക്ഷേ അയാൾ യൗവനത്തിൽ തന്നെ യുദ്ധത്തിൽ മരിച്ചുപോയി. ഒരു സമയത്ത് എനിക്ക് വളരെ വിഷമം തോന്നിയിരുന്നു, ഈ നല്ല രാജാവ് മരിച്ചുപോയല്ലോ എന്നതിൽ. 23-ാമത്തെ അധ്യായത്തിലും മറ്റും നാം 22-ഉം 23-ഉം അധ്യായങ്ങളിൽ ഈ യോശിയ രാജാവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, നമ്മുടെ സാമൂഹിക ശാസ്ത്രം സ്കൂളിൽ പഠിച്ചത് വെച്ച് പറഞ്ഞാൽ ഭരണപരിഷ്കാരങ്ങൾ കാണാം. ഹൗ religious he was, how devoted he was for the word of God, how precious was the law of the Lord in his sight, how he restored people to the scriptures. അതെല്ലാം ഈ 2 അധ്യായങ്ങളിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ അതിന് ശേഷമാണ് നാം കാണുന്നത് ഈ നല്ല രാജാവ് തൻ്റെ ആയുസ് പെട്ടെന്ന് പൂർത്തീകരിച്ച് മരിച്ചു, അല്ലെങ്കിൽ ദൈവം അവനെ മരിക്കാൻ അനുവദിച്ചു. സ്തോത്രം. പക്ഷെ അതിനുശേഷം നാം കാണുന്നത് ബാബിലോണിന്റെ അടിമത്വത്തിലേക്ക് യഹൂദയെ ദൈവം വിട്ടുകളയുന്നു, അല്ലെങ്കിൽ വിറ്റുകളയുന്നു. God sells Judah or Jerusalem out to the hands of Babylonians. സ്തോത്രം. അതിന് കാരണമാണ്, സ്തോത്രം, മനശ്ശെ ചെയ്ത പാപങ്ങളെ ക്ഷമിക്കുവാൻ ചില തലമുറകൾ കഴിഞ്ഞിട്ടും യഹോവയ്ക്ക് മനസ്സായില്ല എന്നുള്ളത്. സ്തോത്രം. എന്നെ ഭയപ്പെടുത്തി. ഞാൻ കർത്താവിനോട് അത് വായിച്ച്, ചില സമയത്ത് ഞാൻ ഓഡിയോ ബൈബിളാണ് വായിക്കുന്നതിന് പകരം ഓഡിയോ ബൈബിളിൽ വായിക്കുന്നത് കേൾക്കുകയാണ് പതിവ്. അപ്പൊ ഇത് ഞാൻ കേൾക്കുകയായിരുന്നു, വായിക്കുകയായിരുന്നില്ല, കേൾക്കുകയായിരുന്നു. ഞാൻ ഭയപ്പെട്ടു പോയി. ഞാൻ കർത്താവ് പറഞ്ഞു, കർത്താവേ, എനിക്ക്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ ഇത് സംഭവിക്കരുതേ. സ്തോത്രം. ഇവിടെ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാപീഡന കാലത്തെ അല്ലെങ്കിൽ അന്ത്യകാലത്തെ പല ജനങ്ങളും അവരുടെ പാപങ്ങളെ ഇതുപോലെ തന്നെ ക്ഷമിക്കുവാൻ ദൈവത്തിന് മനസ്സാകാതെ വരുന്നു. കർത്താവ് കൊണ്ട് പറയുകയാണ്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി
അഴുക്കാടട്ടെ. സ്തോത്രം. അതിന് തത്തുല്യമായ പദപ്രയോഗങ്ങൾ 16:8 വെളിപ്പാട് 16:8, 16:8. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിനധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ വാതകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. 11-ാമത്തെ വാക്യത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. ദൈവം അവരോട് പറഞ്ഞു, അവരെ ശിക്ഷിച്ചു ഒക്കെ ചെയ്തിട്ടും അവരെന്ത് ചെയ്തു? പാപത്തിൽ തുടർന്നു. They continued in their sin. Persistently they remained in their sinfulness, abomination. പാപത്തിൽ തന്നെ അവര് തുടർന്നുകൊണ്ടിരുന്നു. കർത്താവ് പറയുക, ലഡ്ഡം അങ്ങനെ ആയിക്കൊള്ളട്ടെ. സ്തോത്രം. ഇത് അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന വാക്കുകൾ കൂടെ നോക്കൂ. 2 Timothy 3:12-14. 2 തിമോത്തിയോസ് 3:12-14 വരെ. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. കണ്ടോ? ഭോഷത്വത്തിൽ, ദോഷത്തിൽ മുതിർന്നു വരും. സ്തോത്രം. സഭയ്ക്കകത്തുമുള്ള കാര്യമായത്. എന്നെ ഭയപ്പെടുത്തുന്ന വാക്യങ്ങളിൽ ചിലതാണ് ഇതൊക്കെ. നമ്മൾ നേരത്തെ പലയാവർത്തി പഠിച്ച റോമർ 1:24, 26, 28 വായിക്കണ്ട. റോമൻസ് 1:24, 26, 28 ആ വാക്യങ്ങളോടൊക്കെ ഈ വാക്യങ്ങളും ചേർത്ത് വെച്ച് വേണം പഠിക്കാൻ. God gives people up in their sins. This is what is happening. Praise God. അപ്പോൾ പാപം ചെയ്യുന്നവർ പാപത്തിൽ തുടരുമ്പോൾ, പാപം ചെയ്യുന്നവർ ദുഷ്ടമനുഷ്യർ അവരുടെ ദുഷ്ടതയിൽ മുതിർന്നു വരുമ്പോൾ തിമോത്തിയോസിനോട് പറയുന്നു, നീ എന്ത് ചെയ്യണം? അടുത്ത ബാക്കിയോട് വായിച്ചു. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും. കണ്ടോ? നിക്കണേ. അവിടം വരെ ദുഷ്ടമനുഷ്യർ അവരുടെ ദുഷ്ടതയിൽ, പാപത്തിൽ, അശുദ്ധിയിൽ മുതിർന്നു വരും എന്ന് പറഞ്ഞ് ഒരു പ്രബോധനം, ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് അടുത്ത വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിന് വേണ്ട പ്രബോധനം നൽകിയ, നീയോ, അവരൊക്കെ അങ്ങനെ ആയിരിക്കട്ടെ, പക്ഷേ നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. Praise God. You must continue in the things which you have learned and been assured of. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. Let them continue in their sins. Let them fill up the cup of their iniquity. But you must continue in the word of God, what you have
already learned and been assured of. ആരെല്ലാം പാപത്തിൽ വീണാലും, ആരെല്ലാം പാപത്തിൽ തുടർന്നാലും നാം ചെയ്യേണ്ടത്, നാം പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്ന ദൈവത്തിൻ്റെ സത്യവചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അവരൊക്കെ വീണല്ലോ, അപ്പോൾ എനിക്കുമാകാം എന്ന് ആരും കരുതരുത്. സ്തോത്രം. ഭയപ്പെടുക. ഭക്തനായ കർത്താവിന്റെ ദാസൻ പാടിയതുപോലെ, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ, കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം വീരപുമാൻകളിൽ വീണവരിൽ. അതെ, നമ്മേക്കാൾ ഭക്തന്മാരും ശക്തന്മാരുമായിരുന്ന അനേകർ വീണുപോയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് വീഴാനുള്ള ലൈസൻസ് അല്ല. നമ്മളെക്കാൾ ശക്തന്മാരായി നിന്നവർ, നമ്മേക്കാൾ മുമ്പന്മാരായിരുന്നവർ ദൈവകൃപയിൽ നിന്നും വീണുപോയെങ്കിൽ അത് നമുക്ക് വീഴാനുള്ള മാതൃകയല്ല. നാം കുറെ കൂടെ ശ്രദ്ധാലുക്കളായി വീഴാതെ നമ്മെ തന്നെ കാക്കുകയും നമ്മെ സൂക്ഷിപ്പാൻ കഴിയുന്നവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യുക. യെഹെസ്കേൽ പ്രവാചകനോടും ദൈവം ഇത് തന്നെ പറഞ്ഞു. സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകനോടും 3:27, 3:27. എസേക്കിയേൽ 3:27. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായ് തുറക്കും. നീ അവരോട്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതെ ഇരിക്കട്ടെ. അവർ മത്സരഗൃഹമല്ലോ. സ്തോത്രം. യോഹന്നാൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 22:11 നമ്മൾ വായിക്കുന്നത് പോലെ, യെഹെസ്കേലിനോട് ദൈവം പറയുക, നീ പോകുക, ഞാൻ നിന്നോട് പറയുന്നത് നീ ജനത്തോട് പറയുക, പ്രവചിക്കുക, പ്രസംഗിക്കുക, അതൊക്കെ നീ ചെയ്തോ. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാതിരിക്കുന്നവൻ കേൾക്കാതിരിക്കട്ടെ. സ്തോത്രം. You go and speak to them. He who hears, let him hear. And he who refuses, let him refuse. Because they are rebellious. കാര്യം എന്താണ്? അവർ മത്സരഗൃഹമല്ലോ. അവർ മത്സരികൾ അഥവാ മത്സരഗൃഹമായതുകൊണ്ട് നീ പറയുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർ കേൾക്കണം എന്നില്ല. അവർ അതിനെ പുറംകാലുകൊണ്ട് ചവിട്ടിക്കളയും. സ്തോത്രം. അവരതിനെ മുഖവിലയ്ക്ക് എടുക്കുകയില്ല. ദൈവത്തിന്റെ അരുളപ്പാടുകളായി അവരതിനെ കൈക്കൊള്ളത്തില്ല. എന്നാലും നീ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. എന്നാലും നീ പ്രവചിക്കണം. It doesn't matter whether or not people listen to or people obey. Your duty is let them know the mind of God. യെഹെസ്കേലേ, ജനം കേൾക്കുമോ, അനുസരിക്കുമോ, കൈക്കൊള്ളുമോ എന്നത് നിനക്ക് വിഷയമാകരുത്. നിന്നോട് പ്രസംഗിക്കാനാ പറഞ്ഞിരിക്കുന്നത്, പ്രവചിക്കാനാ പറഞ്ഞിരിക്കുന്നത്, അത് ചെയ്താൽ മതി. സ്തോത്രം. മനസ്സിലായോ? അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം.
പാസ്റ്റർ അതുപോലെ 1 തിമോത്തി 1:19-20 പറയുന്ന ഹൈമിനേസ് ആൻഡ് അലക്സാണ്ടർ ഹാൻഡഡ് ഓവർ ടു സൈറ്റൻ എന്ന് പറയുന്ന സിമിലർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ അല്ലേ? അതെ, അവരും ഇതേപോലെ തന്നെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിഞ്ഞിട്ടും അനുസരിക്കാൻ മനസ്സില്ലാത്തവരായിരുന്നത് കൊണ്ട് അവരെ കർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞത്. ഈവൻ എന്തിനാ നമുക്ക് വളരെ അറിയാവുന്ന ഫറവോന്റെ ഹൃദയം കഠിനമാക്കി എന്ന് പറയുന്നതും ഇതേ അർത്ഥം തന്നെയാണ്. ഇന്നും ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്നു. ദിസ് ഈസ് ഗാഡ്സ് ഇറ്റേണൽ വേ ഓഫ് ഡീലിംഗ് വിത്ത് പീപ്പിൾ, both in the Old Testament and in the New Testament. Even during this church age, God does the same. അവിടെയാണ് നാം ഭയപ്പെടേണ്ടത്. നമുക്കങ്ങനെ സംഭവിക്കാൻ പാടില്ല. നാം മത്സരഗ്രഹമായി ദൈവത്തിന്റെ വചനത്തെ നിരസിക്കുന്നവരായി തീരരുത്. പുറങ്കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നവരായി നാം തീരരുത്. യെശയ്യ 66 വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. എങ്കിലും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവർ, 4 വാക്യല്ലേ? നോക്കിയോ? 2-ാമത്തെ വാക്യം. ഓക്കെ. എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. സ്തോത്രം. ദൈവവചനത്തിങ്കിൽ വിറയ്ക്കുന്ന ഹൃദയത്തോടെ നമുക്കടുത്ത് വരാം. നിനവേക്കാര് ചെയ്തതല്ലേ? 40 ദിവസത്തിനകം അശ്ശൂരിന്റെ തലസ്ഥാനമായിരുന്ന നിനവയെ നിർമൂലമാക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. അനുസരണം കെട്ട പ്രവാചകനായിരുന്നെങ്കിലും, എ സൂയിസൈഡൽ പ്രോഫറ്റ്, ആത്മഹത്യ ചെയ്ത പ്രവാചകൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ തമ്പുരാൻ എന്നിട്ടും അവനെ മരിക്കാൻ അനുവദിച്ചില്ല. ഞാൻ ചത്താലും ദൈവത്തെ അനുസരിക്കത്തില്ലെന്ന് അവൻ പറഞ്ഞതിന്റെ സാരം. എന്നെ നിങ്ങളെടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞോ, ഞാൻ ചത്തോളാം. എന്നാലും ദൈവം പറഞ്ഞത് അനുസരിക്കത്തില്ല. ദൈവം പറഞ്ഞു, എന്നാ പിന്നെ നിന്നെ കൊണ്ട് അനുസരിപ്പിച്ചേ അടങ്ങും. കൊണ്ടുപോയി. പ്രസംഗം കേട്ടവര് ഇവൻ എങ്ങനെയുള്ളവനാണെന്നൊന്നും ചിന്തിച്ചില്ല. അവൻ പറഞ്ഞത് അവര് കേട്ടു. അവര് മാനസാന്തരപ്പെട്ടു എന്ന് അവരുടെ ചെയ്തികളാൽ, പ്രവൃത്തികളാൽ വെളിപ്പെടുത്തി. ദൈവവചനത്തിങ്കൽ വിറച്ചു. ദൈവം അവരെ കടാക്ഷിച്ചു. Let's also tremble at the word of God. സ്തോത്രം. വൈകാരിക സുഖം തരുന്ന വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇക്കിളിയും സുഖവും അതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിങ്കൽ വിറച്ച് ഭയപ്പെട്ടുകൊണ്ട് വരുന്ന വിശുദ്ധന്മാരെയാണ്. സ്തോത്രം. പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി മുറിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം വരണം. ദൈവവചനം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു വെമ്പൽ, ഒരു വിറയലൊക്കെ ഉണ്ടാകണം. സ്തോത്രം. നമ്മൾ എത്ര വർഷം ക്രിസ്തീയ ജീവിതത്തിൽ പിന്നിട്ടു എന്ന് വന്നാലും അല്ലെങ്കിൽ നാം ഈ കൂട്ടരെ പോലെ ആയിപ്പോ. അങ്ങനെ ആകാതിരിക്കുക.
ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യമുണ്ടോ? സ്തോത്രം. എന്നാൽ അടുത്തത് പറയുന്നു, എന്താ? നീതി ചെയ്യുന്നവൻ, അല്ലേ? നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. സ്തോത്രം. He who is righteous, let him be righteous still. സ്തോത്രം. That means a life of righteousness is the proof of one's salvation. Deeds of righteousness are not for salvation, not for redemption, not for forgiveness, but they are the proof of forgiveness and salvation experience. നീതിപ്രവർത്തികൾ ഒന്നും രക്ഷയ്ക്ക് വേണ്ടിയല്ല, പാപമോചനത്തിന് വേണ്ടിയല്ല. പകരം ഒരുവൻ രക്ഷിക്കപ്പെട്ടു എന്ന് തങ്ങളുടെ നീതിപ്രവർത്തികളാൽ വെളിപ്പെടുത്തട്ടെ. അപ്പം നമ്മുടെ നീതിയുള്ള ജീവിതം നാം രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. Those who are redeemed, let them prove their redemption experience through their righteous living. സ്തോത്രം. യാക്കോബും പറയുന്നത് അതിനോട് അനുബന്ധമാണല്ലോ. 2:18 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളുണ്ട്. ജെയിംസ് 2:18-24 നമുക്കറിയാം. യാക്കോബ് പറയുന്നു, നീ നിന്റെ വിശ്വാസം പ്രവർത്തികളാൽ തെളിയിക്കുക. സ്തോത്രം. പ്രവർത്തികളാൽ തെളിയിക്കുക. അപ്പോൾ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. സ്തോത്രം. അടുത്തത് പറയുന്നു, he who is holy, let him be holy still. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. He who is holy, ho hagios. We are called hagion, hagioi. നമ്മൾ വിശുദ്ധന്മാർ എന്നാണ് വിളിക്കപ്പെടുന്നത്. We are saints. സ്തോത്രം. വിശുദ്ധൻ എന്നതിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ. സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ വേർപെട്ടവൻ. വിശുദ്ധിയുടെ അർത്ഥം വേർപാട്. വിപരീത പദം നമുക്ക് ഓർമ്മ കാണും. വിശുദ്ധിയുടെ വിപരീത പദം ഓർമ്മ കാണും. ഏതായാലും സാമാന്യം, കോമൺ. മറാഠിയിൽ സർവസാധാരൺ എന്ന് പറയുന്നു. സ്തോത്രം. അപ്പോൾ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം. ഞങ്ങളുടെ ലോക്കൽ ചർച്ചില് ഞങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് എൻകൗണ്ടറിങ് ഗാഡ്, ദൈവത്തെ കണ്ടുമുട്ടുന്ന, ദൈവവുമായി കണ്ടുമുട്ടുന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. റിസൾട്ട് ഓഫ് ഓർ ദ ഫ്രൂട്ട് ഓഫ് എൻകൗണ്ടർ വിത്ത് ഗാഡ്. ദൈവവുമായുള്ള ഈ കൂട്ടിമുട്ടലിന്റെ പരിണിത ഫലം, അതിലൊന്ന് വിശുദ്ധിയെക്കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചത്. അവിടെ ഞങ്ങൾ ഇക്കാര്യം പഠിക്കുകയുണ്ടായി.
holiness, a state of being set apart, and a life worthy of that separation. വേർതിരിയപ്പെട്ട ജീവിതം, എന്നിട്ട് ആ വേർപെട്ടതിന് തക്കതായ ജീവിത ശൈലിയുള്ളവരുമായിരിക്കുക. അതിനെയാണ് നമ്മൾ ഡിഫറൻസ് അഥവാ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധൻ ദൈവത്തിനായി തന്നെ തന്നെ സമർപ്പിച്ചവനായി നിലനിൽക്കട്ടെ എന്നാണ് നാം കാണുന്നത്. അതിന് കാരണം നമുക്കറിയാം. We are bought with a price. A price exceedingly much more than we deserve. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നവരാണ്. നമുക്ക് അർഹമായതിനേക്കാൾ വളരെ 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 ഉയർന്ന വില കൊടുത്ത് നമ്മെ ഒരുവൻ വാങ്ങി. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. തൻ്റെ പുണ്യാഹ രക്തമാണ് നമുക്ക് വേണ്ടി ഊറ്റിയത്. ആ പുണ്യാഹ രക്തത്തിന്റെ വിലകളാണെന്ന് നമ്മൾ മിക്കപ്പോഴും പറയാറുള്ളത് പോലെ we are blood washed and blood bought. ആ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരും കഴുകൽപ്പെട്ടവരുമാണ് നാം. സ്തോത്രം. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം ദൈവത്തിന് വിശുദ്ധമായി സമർപ്പിച്ച് നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിനെ വിശുദ്ധിയോടെ കാത്തിരിപ്പാൻ ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ എന്ന് പറഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്നിവിടെ നിർത്തിക്കൊള്ളട്ടെ.